Hi students, welcome back. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വേവ്സ് എന്ന ചാപ്റ്ററിലെ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും. ഓക്കെ, ഇന്ന് ഓപ്പൺ പൈപ്പിനെ കുറിച്ചും ക്ലോസ്ഡ് പൈപ്പിനെ കുറിച്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓപ്പൺ പൈപ്പിനെ കുറിച്ചാണ്. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓപ്പൺ പൈപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഓപ്പൺ പൈപ്പ് വരയ്ക്കുമ്പോൾ അല്ലെ, ഓപ്പൺ പൈപ്പ് ഓപ്പൺ പൈപ്പ് വരയ്ക്കുമ്പോൾ രണ്ട് എൻഡും എങ്ങനെയായിരിക്കണം, രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഓപ്പൺ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എൻഡും ഓപ്പൺ ആണ്, ഈ എൻഡും ഓപ്പൺ ആണ്. ഈ ഓപ്പൺ ആയിട്ടുള്ള എൻഡിൽ എപ്പോഴും ആന്റി നോട്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് നോട്ട്സ് ആണ്, ആന്റി നോട്ട്സ് ആണ് ഓപ്പൺ എൻഡിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോ നമുക്ക് അല്ലെ എയർ കോളം വൈബ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആന്റി നോഡാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്പൺ എൻഡില് എപ്പോഴും ആന്റി നോഡാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ ആന്റി നോഡ് ക്രിയേറ്റ് ചെയ്തു. ഈ എൻഡിലും ആന്റി നോഡാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ് അല്ലെ. ഇത് നോഡാണ്, ഇത് ആന്റി നോഡ്. ഈ പോർഷനും എന്താണ്, ആന്റി നോഡ്. ഓക്കെ, ഒരു നോഡിൽ നിന്ന് ആന്റി നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/4 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നോഡിനും ആന്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, നോഡിനും ആന്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, λ/4. ഓക്കെ, അപ്പൊ ഇവിടെയും എത്ര വരാം, ഇത് നോഡാണ്, ഇവിടെ ആന്റി നോഡാണ്. അപ്പൊ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെ ആയിരിക്കണം, λ/4 തന്നെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് അല്ലെ, ഈ ഓപ്പൺ പൈപ്പിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, λ/4 പ്ലസ് λ/4 അല്ലെ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ പൈപ്പ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെ മുതൽ ഇവിടം വരെ. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് L is equal to λ/4 പ്ലസ് λ/4. λ/4 പ്ലസ് λ/4 is equal to നമുക്ക് എങ്ങനെ എഴുതാം, 2λ/4 എന്ന് എഴുതാം. 2λ/4 is equal to എത്രയായിട്ട് വരും, λ/2. ഓക്കെ, അപ്പൊ L is equal to λ/2 ആണ്. L is equal to λ/2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഈക്വൽ ടു അല്ലെ, ലാംഡ is equal to 2 into L എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ലാംഡ is equal to, ലാംഡയുടെ വാല്യൂ എത്രയാ കിട്ടിയിരിക്കുന്നത്, ലാംഡ is equal to 2L. ലാംഡ is equal to 2L ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതാം അല്ലെ, വെലോസിറ്റി V is equal to നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, V is equal to nu into lambda അല്ലെ. വെലോസിറ്റി V is equal to nu lambda ആണ്. അവിടുന്ന് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു അല്ലെ, ഫ്രീക്വൻസി ആണ് വെലോസിറ്റി ടേം, ഫ്രീക്വൻസി ടേം വേവ് ലെങ്ത് ടേം ആണ്. അപ്പൊ ഇവിടെ ഏതാണ്, ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, V ഡിവൈഡഡ് ബൈ ലാംഡ. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ, V ഡിവൈഡഡ് ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ ഈസ് ഈക്വൽ ടു 2L നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ വാല്യൂ അങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് വരും, V ഡിവൈഡഡ് ബൈ 2L. അപ്പൊ ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു V/2L എന്ന് കിട്ടി. ഈ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എഴുതാം, ന്യൂ നോട്ട് എന്ന് എഴുതാം അല്ലെ. ന്യൂ 0 ആദ്യത്തേതാണ്. അപ്പൊ ന്യൂ 0 is equal to V/2L. അതിനെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി is also known as ഫസ്റ്റ് ഹാർമോണിക്സ്. ഓക്കെ, അപ്പൊ ഇതിനെ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് എഴുതാം, ഫസ്റ്റ് ഹാർമോണിക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാ, ഓപ്പൺ എൻഡിലെ ആദ്യത്തെ മോഡ് ഓഫ് വൈബ്രേഷൻ, ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനില് അല്ലെ, ഓപ്പൺ എൻഡിൽ രണ്ടിടത്തും ആന്റി നോഡേ ഫോം ചെയ്യുള്ളൂ. അപ്പോ രണ്ട് ആന്റി നോഡും ഒരു നോഡും ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, λ/4.
അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് λ/4 പ്ലസ് λ/4 is equal to 2 λ/4, that is λ/2. അപ്പൊ λ is equal to നമുക്ക് എന്ത് കിട്ടും? λ is equal to 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അഥവാ ഫസ്റ്റ് ഹാർമോണിക്സ് കിട്ടി. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത മോഡ് ഓഫ് വൈബ്രേഷൻ ഒന്ന് കാണണം. അടുത്ത മോഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെ? അപ്പൊ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കാം. സെയിം ലെങ്ത് തന്നെയാണ്. ലെങ്ത് ഓഫ് ദി ട്യൂബ് എന്ന് പറയുന്നത് L തന്നെയാണ് അല്ലെ? ഓപ്പൺ പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? L ലെങ്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ഫോം ചെയ്യാം. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ നോക്കിയേ, ഒരു ആന്റി അല്ലെ, ഇവിടെ ഒരു ആന്റി നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു നോഡ് ഉണ്ട്, ഇവിടെ ഒരു അല്ലെ ആന്റി നോഡൽ റീജിയൻ ആണ്. ഇവിടെ എന്ത് വരും? നോഡ്. ഇവിടെ എന്ത് വരും? ആന്റി നോഡ്. ഓക്കെ, അപ്പൊ ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ലെങ്ത് എപ്പോഴും എത്രയേ വരുള്ളൂ? λ/4. ഓക്കെ, ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. ഇനി നോഡിനും നോഡിനും ഇടയിലുള്ളത്, രണ്ട് നോഡ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു λ/2 അല്ലെ? രണ്ട് നോഡിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് പറഞ്ഞ് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. അത് എത്രയാ വരിക? λ/2 ആണ് വന്നിരിക്കുന്നത്. എഗെയിൻ നമുക്ക് ഇവിടെ ഒരു നോഡ് ഉണ്ട്, ആന്റി നോഡ് ഉണ്ട്. അപ്പൊ അവിടെ എത്ര വരും? λ/4 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പൊ ലെങ്ത്, ഈ പൈപ്പിന്റെ ടോട്ടൽ ലെങ്ത് L എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ലെങ്ത് മാറ്റുന്നില്ല. പൈപ്പിന്റെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ ലെങ്ത് എങ്ങനെയായിട്ട് എഴുതാം? അല്ലെ, λ/4 പ്ലസ് λ/2 പ്ലസ് λ/4. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം λ/4 പ്ലസ് λ/4 എന്ന് പറഞ്ഞാൽ λ/2 ആണ്. λ/2 പ്ലസ് λ/2 എത്രയായിട്ട് വരും? λ എന്ന് വരും. ഓക്കെ, അപ്പോ ലെങ്ത് ഓഫ് ദ പൈപ്പ് L is equal to എന്ത് വരും? λ ആണ്. ഏത്? സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനില് L is equal to എന്താ വന്നിരിക്കുന്നത്? λ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫ്രീക്വൻസി എഴുതണം. ഫ്രീക്വൻസി ന്യൂ is equal to എന്താണ്? V ഡിവൈഡഡ് ബൈ λ. ഓക്കെ, അപ്പൊ V ഡിവൈഡഡ് ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് V ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ V ബൈ L എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ടേംസിലേക്ക് ആക്കി എഴുതണം. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? V/2L ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ടേംസിലേക്ക് നമുക്ക് എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 താഴെയും കൊടുക്കും, ഒരു 2 മേളിലും കൊടുത്തു. ഓക്കെ, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 2 വെച്ച് എന്ത് ചെയ്തു? ഡിവൈഡും ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 2V/2L അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2µ0 എന്ന് എഴുതാം. അപ്പൊ ഏതാണ് വരിക? 2µ0 എന്ന് കിട്ടി. ഈ 2µ0നെ നമ്മൾ പറയുന്നത് സെക്കൻഡ് ഹാർമോണിക്സ് എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയെ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയും. സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയും. ഇതിനെ നമുക്ക് µ1 എന്ന് എടുക്കാം. µ1 is equal to അല്ലെ, ഇവിടെ നമുക്ക് എഴുതാം µ1 is equal to 2 into µ0. ഓക്കെ, അപ്പൊ ഇതിനെ എന്തായിട്ടാ വിളിക്കുക? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് ഹാർമോണിക്സ് µ0, സെക്കൻഡ് ഹാർമോണിക്സ് ഏതാണ്? 2µ0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും സെക്കൻഡ് ഹാർമോണിക്സും കിട്ടി. ഈ സെക്കൻഡ് ഹാർമോണിക്സിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, സെക്കൻഡ് ഹാർമോണിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, അപ്പൊ ഇതിനെ എന്താ പറയാ? ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയും. ഫസ്റ്റ് ഓവർടോൺ. ഓക്കെ, സെക്കൻഡ് ഹാർമോണിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ഓവർടോൺ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ സെക്കൻഡ് ഹാർമോണിക്സ് നമ്മൾ കണ്ടു, ഫസ്റ്റ് ഹാർമോണിക്സും കണ്ടു. ഇനി ഒരെണ്ണോടെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ്? തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെ? മൂന്നാമത്തെ ടൈപ്പ് വൈബ്രേഷൻ ആണ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെയിം ലെങ്ത്, ട്യൂബ് ലെങ്ത് എങ്ങനെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, മോഡ് ഓഫ് വൈബ്രേഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം.
മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ആന്റി നോഡ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ നോഡാണ്, ഇവിടെ ഒരു നോഡ് ഫോം ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, നോഡ് ഫോം ചെയ്തു, ഇവിടെ എന്താണ്, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ആന്റി നോഡ് അല്ലെ. അപ്പൊ നോഡിനും ആന്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാം λ/4. ഓക്കെ, നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് λ/2. ഇത് പറഞ്ഞു പഠിക്കുമ്പോൾ അതങ്ങ് ആയിക്കോളും. അപ്പൊ λ/2 ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയും എന്ത് തന്നെയാണ്, λ/2. ഓക്കെ, ഇവിടെ എത്ര വരും, ആന്റി നോഡിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് λ/4. ഓക്കെ, ചിലപ്പോ നമ്മളോട് എന്തോരം വൈബ്രേഷൻ വരയ്ക്കാനായിരിക്കാം പറയാ അല്ലെ. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ഒന്ന് വരച്ച് കാണിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കാം. ഓക്കെ, അപ്പോ രണ്ട് രീതിയിലും അല്ലെ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഓരോ പോയിന്റ്സ്, രണ്ട് നോട്ട്സിനിടയിലുള്ള, രണ്ട് ആന്റി നോട്ട്സിനിടയിലുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് നന്നായി മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം, ലെങ്ത് ഓഫ് ദ പൈപ്പ് ഇസ് ഈക്വൽ ടു ലെങ്ത് L ഇസ് ഈക്വൽ ടു λ/4 plus λ/2 plus λ/2 plus λ/4 അല്ലെ. λ/4 plus λ/2 plus λ/2 plus λ/4. ഓക്കെ, λ/4 plus λ/4 എന്ന് പറയുന്നത് അല്ലെ, ഫസ്റ്റും തേർഡും എടുത്തു കഴിഞ്ഞാൽ λ/2 കിട്ടും. λ/2 plus λ/2 plus λ/2. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം, 3λ/2 ആണ് എന്തെന്ന് പറയാ, ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് ദ പൈപ്പ് ഇസ് ഈക്വൽ ടു 3λ/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതണം, ഫ്രീക്വൻസി അല്ലെ, ഫ്രീക്വൻസി എഴുതണം. അപ്പൊ ഫ്രീക്വൻസി എഴുതുന്നതിന് വേണ്ടിയിട്ട് ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു v/λ. v ഡിവൈഡഡ് ബൈ ലാംഡയ്ക്ക് പകരം എന്ത് എഴുതാം, λ ഇസ് ഈക്വൽ ടു അല്ലെ, λ ഇവിടെ നിന്നൊന്ന് എഴുതണം. ഇവിടെ നിന്ന് ലാംഡ എങ്ങനെ എഴുതാം, λ ഇസ് ഈക്വൽ ടു അല്ലെ, 2 ഇങ്ങോട്ട് പോകുന്നു എല്ലിന്റെ സൈഡിലേക്ക്, അപ്പൊ 2l ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പൊ ലാംഡ എങ്ങനെ എഴുതിയ, λ ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ λ ഇസ് ഈക്വൽ ടു 2l/3 എന്ന് നമുക്ക് കിട്ടി. ഇനി അവിടെ എന്ത് ചെയ്യാം, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരാം, 2l ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ദാറ്റ് ഇസ് ഈക്വൽ ടു 3 into v/2l അല്ലെ. v/2l നമുക്ക് എങ്ങനെ എഴുതാം, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ν0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിട്ട് വരും, 3ν0 എന്ന് കിട്ടും, 3ν0. അപ്പൊ അടുത്ത ഫ്രീക്വൻസി ഏതാണ് വരിക, 3ν0. അപ്പൊ ν2 എന്ന് നമുക്ക് എഴുതാം അല്ലെ, ν2 is equal to 3ν0. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി, ആദ്യത്തെ കേസിൽ ν0 ഉണ്ടായിരുന്നു, രണ്ടാമത്തെ കേസിൽ എന്തുവരും 2ν0, മൂന്നാമത്തെ കേസ് എന്തുവരും 3ν0. ആദ്യത്തേന് നമ്മൾ ഫസ്റ്റ് ഹാർമോണിക്സ്, ഇത് സെക്കൻഡ് ഹാർമോണിക്സ്, ഇത് എന്തുവരും തേർഡ് ഹാർമോണിക്സ്. ഓക്കെ, അപ്പൊ ഹാർമോണിക്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ്, സെക്കൻഡ് ഹാർമോണിക്സ്, തേർഡ് ഹാർമോണിക്സ് എന്ന് പറയാം. ഇനി അതല്ല ഓവർടോൺ വെച്ച് വരികയാണെങ്കിൽ അല്ലെ, ഇവിടെ നമുക്ക് എന്തുവരും, ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്ത വരുന്ന ഫസ്റ്റ് ഓവർടോൺ, പിന്നെ വരുന്ന സെക്കൻഡ് ഓവർടോൺ, ഇനി അടുത്ത വരുന്ന എന്തായിരിക്കാം, തേർഡ് ഓവർടോൺ, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം എന്തുവരും, വാട്ട്സ് ദ റേഷ്യോ ഫ്രീക്വൻസീസ് ഇൻ ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പില് റേഷ്യോ ഫ്രീക്വൻസീസ് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഫ്രീക്വൻസീസ് നമുക്ക് എങ്ങനെ എഴുതാം, ഫസ്റ്റ് കേസിൽ ν0, സെക്കൻഡ് കേസിൽ 2ν0, തേർഡ് കേസിൽ 3ν0. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര വരും, 4ν0 അല്ലേ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റേഷ്യോ എങ്ങനെ എഴുതാം, 1:2, 2:2, 3:2, 4:2 etc. അപ്പൊ നമുക്ക് ഇവിടെ പറയാവുന്നത്, in open pipe all the harmonics are present അല്ലെ. ഫസ്റ്റ് ഹാർമോണിക്സ് ഉണ്ട്, സെക്കൻഡ് ഹാർമോണിക്സ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത് ഉണ്ട്, അങ്ങനെ എല്ലാ ഹാർമോണിക്സും എങ്ങനെയായിരിക്കും, ഓപ്പൺ പൈപ്പില് എന്തായിരിക്കാം, പ്രസന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ കേസസ് ഒക്കെയാണ് നമ്മളോട് ചോദിക്കാം. ചിലപ്പോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഏതാണ്, അതിന്റെ ഇക്വേഷൻ എന്താണ് എന്നായിരിക്കാം ചോദിക്കാം. ഇനി ഹാർമോണിക്സിന്റെ റേഷ്യോ എന്താണ് എന്നുള്ള കേസ് ചോദിക്കാം. ഓക്കെ, അല്ല ഓരോ പോയിന്റും ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, പല വർഷങ്ങളായി പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പൺ പൈപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പൈപ്പ്. അപ്പൊ ഇനി നമുക്ക് ക്ലോസ്ഡ് പൈപ്പ് എന്താണെന്നുള്ള കേസും കൂടെ ഒന്ന് നോക്കാം. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് എൻഡും ക്ലോസ്ഡ് അല്ല, ഒരു എൻഡ് മാത്രമേ ക്ലോസ്ഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള പൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയാം. ഓക്കെ,
ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും നോഡാണ് ഫോം ചെയ്യുക. ഓക്കെ, ക്ലോസ്ഡ് എൻഡിൽ നോഡും ഓപ്പൺ എൻഡിൽ എപ്പോഴും എന്തായിരിക്കും, ആന്റി നോഡായിരിക്കും പ്രസന്റ് ആവുക. അപ്പൊ ഇവിടെ ഒരു ആന്റി നോഡ്, ഇവിടെ എന്തായിരിക്കും, നോഡ്. അപ്പൊ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെ, ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത്, അല്ലെ, ലെങ്ത് ഓഫ് ദ പൈപ്പ് നമുക്ക് എങ്ങനെ എഴുതാം, എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ എൽ എന്ന് പറയുന്നത് ഒരു ആന്റി നോഡ്, ഇവിടെ എന്താണ്, നോഡ്. ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ലെങ്ത് നമുക്ക് അറിയാവുന്നതാണ് λ/4, അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, λ/4 ആണ് ഇതിനിടയിലുള്ള ലെങ്ത്. ഓക്കെ, അപ്പൊ L is equal to നമുക്ക് λ/4 എന്ന് എഴുതാം. therefore λ is equal to എന്തെന്ന് എഴുതാം, 4 into L എന്ന് എഴുതി. ഓക്കെ ആണല്ലോ, λ is equal to 4L. അപ്പൊ വരയ്ക്കാൻ പഠിക്കണം. എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഓപ്പൺ എൻഡിൽ ആന്റി നോഡ്, ക്ലോസ്ഡ് എൻഡിൽ എന്തായിരിക്കണം, നോഡാണ് ഫോം ചെയ്യുക. അപ്പൊ λ is equal to 4L ആണെങ്കിൽ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എഴുതാം, ഫ്രീക്വൻസി ന്യൂ is equal to V by lambda, that is equal to V divided by 4L. Okay, അപ്പൊ ഫ്രീക്വൻസി ന്യൂ is equal to V by 4L. ഈ ഫ്രീക്വൻസിയെ നമ്മൾ ഇവിടെ പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണിത്. ഓക്കെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയെ നമുക്ക് എന്തുപേരും കൂടെ വിളിക്കാം, ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നോണം, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഹാർമോണിക്സ്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇതിന് നമ്മൾ എന്തായിട്ടിട്ടു, ന്യൂ സീറോ എന്നിട്ട് വിളിക്കാം. അപ്പൊ ന്യൂ സീറോ ഇസ് ഈക്വൽ ടു, അല്ലെ, അതൊന്ന് എടുത്ത് എഴുതിയേക്കാം, V ഡിവൈഡഡ് ബൈ 4L ആണ്, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി ആ ടേംസിലായിരിക്കണം ഇനി അടുത്തതെല്ലാം നമുക്ക് നമ്മൾ ഡിറൈവ് ചെയ്തിരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അഥവാ ഫസ്റ്റ് ഹാർമോണിക്സ് എങ്ങനെയാണെന്നുള്ള കേസ് മനസ്സിലായി. വരയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലോസ്ഡ് പൈപ്പിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, വൈബ്രേഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എയർ കോളം വൈബ്രേഷൻ ആണ്. ക്ലോസ്ഡ്, അല്ലെ, ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും നോഡേ ഉണ്ടാവുള്ളൂ. ഓപ്പൺ എൻഡിൽ എപ്പോഴും എന്തായിരിക്കും, ആന്റി നോഡാണ് ഫോം ചെയ്യുക. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ ആണല്ലോ, ഇത് ആന്റി നോഡ്, നോഡ്, ആന്റി നോഡ്, അല്ലെ, നോഡ്. ഓക്കെ, ആന്റി നോഡ്, നോഡ്, നോഡ്. ഓക്കെ, രണ്ട് നോഡിനിടയിലുള്ള ലെങ്ത് എത്രയായിരുന്നു, രണ്ട് നോഡിനിടയിലുള്ള ലെങ്ത് λ/2. ഓക്കെ, ഇനി ഒരു ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് λ/4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ടു, അല്ലെ, പൈപ്പ് അല്ലെങ്കിൽ ആ ക്ലോസ്ഡ് പൈപ്പിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ ലെങ്ത് L is equal to, അല്ലെ, ലെങ്ത് L is equal to λ/4 plus λ/2. ഓക്കെ, λ/2 പ്ലസ് λ/4 എന്നെടുക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്തെടുക്കുക. ആഡ് ചെയ്യുമ്പോൾ എത്രയായിട്ടാ വരിക, 3 λ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, 3 λ/4 is equal to L. അവിടുന്ന് ലാംഡ എങ്ങനെ എഴുതാം എന്ന് റീഅറേഞ്ച് ചെയ്തേ, λ is equal to 4L divided by 3. ഓക്കെ, അപ്പൊ λ is equal to 4L/3 ആണ്. ഇനി അങ്ങനെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഫ്രീക്വൻസി ന്യൂ is equal to V by lambda. V by lambda ആണെങ്കിൽ that is equal to V divided by lambda is equal to 4L/3 ആണ്, അല്ലെ. അപ്പൊ 4L divided by 3, 4L/3, that is equal to 3 into ന്യൂ സീറോ എന്ന് നമുക്ക് എഴുതാം, അല്ലെ. V/4L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സീറോ ആണ്. അപ്പൊ 3 ന്യൂ സീറോ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ ന്യൂ 1 എടുക്കാം. ന്യൂ 1 എന്ന് പറയുന്ന, അല്ലെ, ന്യൂ 1 is equal to എത്രയായിട്ട് വന്നു, 3 ന്യൂ സീറോ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ന്യൂ സീറോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ, 3 ന്യൂ സീറോയേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഹാർമോണിക്സ് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയാൻ പറ്റുമോ, ഇല്ല, തേർഡ് ഹാർമോണിക്സ് ആണ്, അല്ലെ, മൂന്നാമത്തേതാണ് വന്നിരിക്കുന്നത്. അപ്പൊ ന്യൂ സീറോ കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്നത് ഏതാണ്, 3 ന്യൂ സീറോ ആണ്, അല്ലെ. ന്യൂ സീറോ ഫസ്റ്റ് ഹാർമോണിക്സ് ആണെങ്കിൽ അടുത്ത വന്നിരിക്കുന്ന ഏതാണ്, തേർഡ് ഹാർമോണിക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ
അതിന്റെ ഇടയിൽ ഒരെണ്ണം മിസ്സായി അല്ലെ. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ എന്ത് മാത്രമേ ഉള്ളൂ, ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആവുള്ളൂ. ഓക്കെ, 1 കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നു, 3 ആണ് വരുന്നത്. ഇനി അടുത്ത മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പറയാം. 1 വന്നു കഴിഞ്ഞാൽ പിന്നെ 3 വന്നു, പിന്നെ ഏതായിട്ടാ വരിക, 5μ0 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പിന്നെ വരുന്ന ഏതായിരിക്കും, 7μ0. അപ്പൊ ഇവിടുന്ന് നമുക്ക് പറയാം എന്തോരം, 1:3:5:7 എന്നുള്ള ഓഡ് ഹാർമോണിക്സ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ക്ലോസ്ഡ് പൈപ്പിൽ നമുക്ക് കിട്ടുക. ഓക്കെ, എപ്പോഴും ചോദിക്കാം, ഷോ ദാറ്റ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ് ഹാർമോണിക്സ് ആർ ഇൻ ദ റേഷ്യോ 1:3:5:7 എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പോ അതൊന്ന് അല്ലെ നമുക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 അല്ലെ, ഫസ്റ്റ് 1, സെക്കൻഡ് 1, ഒരു മൂന്നാമത്തെയും കൂടെ ഡിറൈവ് ചെയ്യാം. എന്നിട്ട് എക്സെട്രേറ്റ് ഇന്നതുപോലെ ഇനി അടുത്ത ഹാർമോണിക്സ് വരുമ്പോൾ 7μ0 വരും എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ 3 അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തേർഡ് എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പൈപ്പ് അല്ലെ, ക്ലോസ്ഡ് പൈപ്പ് കൺസിഡർ ചെയ്തു. ആ ക്ലോസ്ഡ് പൈപ്പില് എങ്ങനെയാണ് വൈബ്രേഷൻ എന്ന് നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ ആന്റി നോഡ് ആണ്, ഇവിടെ നോഡ് വന്നു, ഇവിടെ വീണ്ടും നോഡ്, ഇവിടെ വീണ്ടും നോഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് λ/4, ഇവിടെ λ/2 അല്ലെ, 2 നോഡിനിടയിലായതുകൊണ്ട് λ/2. ഇവിടെയും എന്തായിട്ട് വരും, 2 നോഡിനിടയിലാണ്, അതുകൊണ്ട് λ/2. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, λ/2 പ്ലസ് λ/2 പ്ലസ് λ/4. ഓക്കെ, അപ്പൊ 2λ/2 പ്ലസ് λ/4. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ വരും, λ പ്ലസ് λ/4 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക, 5λ/4 എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ദ പൈപ്പ് ഇസ് ഈക്വൽ ടു എത്ര വന്നു, 5λ/4 ആണ്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ലാംഡ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു എത്രയെന്ന് വന്നു, 4l/5. ഓക്കെ, ലാംഡ ഇസ് ഈക്വൽ ടു എത്ര വന്നു, 4l/5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു v/λ, that is equal to v divided by 4l/5, 4l/5. അപ്പൊ 5 മേളിൽ വന്നു. ഓക്കെ, അപ്പൊ 5 into 4l അല്ലെ, v/4l, v/4l എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം അല്ലെ, v/4lന്റെ μ0 എന്ന് എഴുതാം. അപ്പൊ എന്തുവരും, 5μ0. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയാ. ഓക്കെ, 5μ0 വന്നു. അടുത്തത് എന്താണ്, ഇതുപോലെ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ 7μ0 കിട്ടും, പിന്നെ 9μ0 കിട്ടും. അപ്പൊ ഇവിടെ നിന്നെല്ലാം നമുക്ക് പറയാവുന്നത്, ഇത് ഫസ്റ്റ് ഹാർമോണിക്സ്, ഇത് തേർഡ് ഹാർമോണിക്സ്, ഫിഫ്ത് ഹാർമോണിക്സ്, 7th ഹാർമോണിക്സ് എക്സെട്ര, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ അല്ലെ, ഒറ്റ സംഖ്യകളുടെ ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആവുന്നുള്ളൂ. അപ്പൊ ഓഡ് ഹാർമോണിക്സ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ എന്ത് എഴുതാം, റേഷ്യോ എങ്ങനെയാണ്, 1:3:5:7 അപ്പൊ ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്, ഷോ ദാറ്റ് അല്ലെ ഫ്രീക്വൻസീസ് ആർ ഇൻ ദ റേഷ്യോ 1:3:5:7 ഓക്കെ എന്ന് ചോദിക്കാം. അപ്പോ എന്ത് ചെയ്യാം, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കാം അവർ എന്ത് പറയാ നമ്മളോട് ചോദിക്കാവുന്ന ഒന്ന്, അല്ലെങ്കിൽ ഡെറിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണെന്നായിരിക്കാം. അതുപോലെ തന്നെ ഇത് അല്ലെ, എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ പൈപ്പ് ഈസ് മോർ പ്രിഫേർഡ് ദാൻ ദാറ്റ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിനേക്കാളും ഓപ്പൺ പൈപ്പ് പ്രിഫർ ചെയ്യുന്നത് അല്ലെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ ഓപ്പൺ പൈപ്പ് കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാലോ അല്ലെ, ഓപ്പൺ പൈപ്പിൽ നമ്മൾ കണ്ടു റേഷ്യോ ഫ്രീക്വൻസീസ് എങ്ങനെയായിരുന്നു, 1:2:3:4:5 അങ്ങനെയാണ്, എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. പക്ഷെ ഇവിടെ ക്ലോസ്ഡ് പൈപ്പിൽ നമുക്കറിയാം എന്തോരം, ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസന്റ് അല്ലെ. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ആർക്കുണ്ട്, ഓപ്പൺ പൈപ്പിനുണ്ട്. അങ്ങനെ ഓപ്പൺ പൈപ്പിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് അതാണ് കൂടുതൽ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.